നമസ്കാരം എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 1/4/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. അതും വിളിച്ചിരിക്കുന്നത് മീഡിയം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ, അതുമല്ലെങ്കിൽ ഗുഡ്സ് വെഹിക്കിളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, അതുമല്ലെങ്കിൽ ബോർഡ്, അതുമല്ലെങ്കിൽ അതോറിറ്റീസ്, അതുമല്ലെങ്കിൽ സൊസൈറ്റീസ് എന്ന സ്ഥലത്തേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 042/2024 വിളിച്ചിരിക്കുന്ന ഫേം എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതുമല്ലെങ്കിൽ ബോർഡ്, അതുമല്ലെങ്കിൽ അതോറിറ്റീസ്, അതുമല്ലെങ്കിൽ സൊസൈറ്റി എന്ന സ്ഥലങ്ങളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. അതും വിളിച്ചിരിക്കുന്നത് മീഡിയം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ, അതുമല്ലെങ്കിൽ ഗുഡ്സ് വെഹിക്കിൾ. ഈ പറയുന്ന ഹെവി വെഹിക്കിളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓർഗനൈസേഷനിലാണോ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആവുന്നത് അവിടുത്തെ സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സാലറി ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റഡ് വേക്കൻസിയാണ്. ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് 7ാം ക്ലാസ്സിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ SSLCയോ +2 പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതായത് LMV ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ HMV ലൈസൻസും നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം ഡ്രൈവേഴ്സ് ബാഡ്ജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് HMV എടുത്ത് നിങ്ങൾ മിനിമം 3 വർഷമെങ്കിലും സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. HMV ലൈസൻസ് എടുത്ത് മിനിമം 3 കൊല്ലമെങ്കിലും ആയിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് 16/1/1970
9 ശേഷം എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻഡോസമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ഡ്രൈവിംഗ് ഹെവി ഡ്യൂട്ടി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വെഹിക്കിളിന് എൻഡോസം എന്ന് പറയുന്നത് സെപ്പറേറ്റായി കൊണ്ട് കാണിക്കേണ്ടതായി വരുന്നതായിരിക്കും. അതായത് 16/1/1979 ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളവർക്ക് എൻഡോസമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. എൻഡോസമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെവി ഡ്യൂട്ടി ഗുഡ്സ് വെഹിക്കിളിനും ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വെഹിക്കിളിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഡോസമെൻറ്റ് കൊടുക്കേണ്ടതായി വരുന്നതായിരിക്കും. എൻഡോസമെൻറ്റ് എന്ന് പറയുന്നത് RTO ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പേപ്പറാണ്. അത് നിങ്ങൾക്ക് രണ്ടിനും സെപ്പറേറ്റ്, ഹെവി ഗുഡ്സിനും ഹെവി പാസഞ്ചറിനും സെപ്പറേറ്റ് എൻഡോസമെൻറ്റായി കൊടുക്കേണ്ടതായി വരുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. അത് താഴെ പറയുന്ന മിനിമം സ്റ്റാൻഡേർഡെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിലാദ്യമായി വരുന്നത് കേൾവി ശക്തിയാണ്. അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമതായി വരുന്നത് കണ്ണിൻ്റെ കാഴ്ചയാണ്. അതിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6 രണ്ട് കണ്ണിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ കണ്ണിൻ്റെ വിഷൻ, നിയർ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 0.5 രണ്ട് കണ്ണുകൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. കളർ വിഷൻ നോർമൽ ആയിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനായി പാടുന്നതല്ല. നിങ്ങളുടെ കണ്ണിൻ്റെ വിഷൻ ഫുൾഫിൽഡ് ആയിരിക്കണം. അടുത്തതായി കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ് ഫ്രീ ഫ്രം മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കേണ്ടതാണ്. അതേപോലെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാനായി പാടുന്നതല്ല. അതേപോലെ നെർവ് സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് കറൻ്റ്ലി ഡ്രൈവിംഗ് ലൈസൻസ് ഈ പറയുന്ന കേരള PSC പറയുന്ന എല്ലാ സമയങ്ങളിലും അപ്ലിക്കേഷൻ കൊടുത്തത് മുതൽ OMR ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നീ പറയുന്ന എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിരിക്കേണ്ടതാണ്. കാരണം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ബാഡ്ജ് വരുന്നതുകൊണ്ട് ബാഡ്ജിൻ്റെ കാലാവധി ഇപ്പോൾ 5 കൊല്ലമാണ്. അത് തീരുമ്പോൾ നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടതായി വരും. അപ്പോൾ PSC വിളിക്കുന്ന ഈ പറയുന്ന ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡായി വയ്ക്കാനായി ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഡ്രൈവർ തസ്തിക ആയതുകൊണ്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതായത് ഡ്രൈവിംഗ് ഹെവി ഡ്യൂട്ടി വെഹിക്കിളിൻ്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതായത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. നടത്തുന്നത് കേരള PSC ആയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ്, അതും ഹെവി ഡ്യൂട്ടി വെഹിക്കിളിൻ്റെ നടത്തുന്നത്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തസ്തികയ്ക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മിനിമം അസിസ്റ്റൻറ്റ് സർജനെങ്കിലും അയക്കേണ്ടതാണ്. നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 2 ഫോർമാറ്റുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഫിറ്റ്നസ്സും, രണ്ടാമതായി വരുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ചെക്ക് ചെയ്യുന്നതുമാണ്. അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തരേണ്ട വ്യക്തി എന്ന് പറയുന്നത്, അതായത് ഡോക്ടർ എന്ന് പറയുന്നത് ഒപ്റ്റമോളജിസ്റ്റ് ആയിരിക്കണം. അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ ഉള്ള ആളായിരിക്കണം. പിന്നെ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് തന്നെ ഉപയോഗിക്കാനായി ശ്രമിക്കേണ്ടതാണ്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേരള PSC പറയുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതും വരുന്നതായിരിക്കും. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/5/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.